ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കെവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ എങ്ങും കൂട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മളിലേക്ക് തന്നെ ഒന്ന് ഒതുങ്ങി നോക്കിയപ്പോൾ നമുക്കുണ്ടായ ചില അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നു പോകേണ്ടവരാണ്, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുമാണ്. എന്നാൽ ഓരോ ഘട്ടങ്ങളിലും നമുക്കുണ്ടായ ചില അനുഭവങ്ങൾ നമ്മൾ വെറുതെ ഒന്നും ചെയ്യാനില്ലാതെ വരുന്ന ചില ഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോകും. പുറത്ത് മഴ തകർത്ത് പെയ്യുകയാണ്. കർക്കിടക മാസമാണല്ലോ. പുറത്തേക്ക് ഇറങ്ങാനോ മറ്റു വർക്കുകളൊന്നും ചെയ്യാനോ കഴിയാത്ത ഒരവസ്ഥ. വെറുതെ നമ്മുടെ വീടിൻ്റെ ഓരോ കോർണറിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ചലിച്ചു കൊണ്ടിരുന്ന നമ്മുടെ കാൽപാദങ്ങളേറ്റ ഓരോ ഇടങ്ങളും വെറുതെ നമ്മൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുകയാണ്. ഓരോ സമയങ്ങളിൽ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, ഓരോ പണികൾ, അതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഏണിങ്, ഇങ്ങനെ ഓരോരോ ചിന്തകൾ വെറുതെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല എത്ര ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ അലട്ടാറുണ്ട്. ഞാനങ്ങനെ വീടിൻ്റെ മുകളിൽ നിന്ന് നല്ല മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. മഴയായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അങ്ങനെ നോക്കുമ്പോൾ വാർക്കപ്പുറമൊക്കെ കാറ്റത്ത് ഇലകൾ ചാടി കൊഴിഞ്ഞ് നാശമായി കിടക്കുന്നു. പ്ലാവിലേക്ക് നോക്കിയപ്പോൾ കുറേ അധികം തേൻവരിക്കച്ചക്ക പഴുത്ത് പാകമായി കിടക്കുന്നു. അണ്ണാനും മരപ്പെട്ടിയും കാക്കയും ഒക്കെ കൊത്തി വലിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട്. പക്ഷേ ഒത്തിരി ഉയരത്തിലായതുകൊണ്ട് ഒരെണ്ണം പോലും പൊട്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയുമാണ്. അങ്ങനെ ഓരോ വശങ്ങളും നമ്മൾ വെറുതെ മുകളിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ അപ്പുറത്തെ പറമ്പുകാരൊക്കെ എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്. എന്നാൽ ചില വീടുകളിലൊക്കെ ആളില്ലാത്ത അവസ്ഥയുമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ അകത്തേക്ക് നോക്കിയപ്പോൾ കുഞ്ഞുമകനൊക്കെ കളിച്ചു കൊണ്ടിരുന്ന കളിവീടുകളൊക്കെ അങ്ങനെ യഥാസ്ഥാനത്ത് തന്നെ ഇരിക്കുകയാണ്. ആരുമില്ലാത്തൊരവസ്ഥ. ഈ ഘട്ടങ്ങളിലൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് വീട്ടിൽ ആളനക്കം വേണ്ടത് എന്ന് നമുക്കറിയാം. മുൻവശത്ത് ചെന്ന് നോക്കിയപ്പോഴാണെങ്കിൽ മുന്തിരിവള്ളികളെല്ലാം ശക്തമായ മഴ കൊണ്ട് ഇലകളെല്ലാം കൊഴിഞ്ഞ് നാശമായി കിടക്കുകയാണ്. ഊഞ്ഞാലുകളൊക്കെ ആളില്ലാത്തത് കൊണ്ട് അനക്കമറ്റ് കിടക്കുന്നു. മറ്റു വീടുകളിലെല്ലാം എല്ലാവരും വീടിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടിയിട്ടുണ്ട്. കാരണം മഴയാണല്ലോ. നന്നായി മഴ പെയ്യുന്നത് കൊണ്ട് അതും ഒരു രസമാണല്ലോ എന്ന് കരുതി അതും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മഴ തിമിർത്ത് പെയ്യട്ടെ. കർക്കിടക മാസം നമ്മുടെ മലയാള മാസം, രാമായണ മാസവും ഭക്തി സാന്ദ്രമായ മാസവുമാണല്ലോ. അത്തരത്തിൽ ആഘോഷിക്കുന്നവർക്ക് അത്തരത്തിൽ ജീവിച്ച് ആഘോഷിക്കാം. നേരെ സൈഡിലുള്ള മറ്റൊരു വീട്ടിൽ നോക്കുമ്പോൾ ഒരു മനുഷ്യനുമില്ല. എല്ലാവരും വിദേശത്താണ്. കാട് കയറി മരപ്പെട്ടിയും പാമ്പും എല്ലാം തോളോട് തോളുരുമി നടക്കുന്ന ഒരവസ്ഥയാണ് അവിടെയുള്ളത്. വൈകുന്നേരമായി കഴിഞ്ഞാൽ മരപ്പെട്ടിയെ കൊണ്ട് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. മട്ടുപ്പാവിലെ ഊഞ്ഞാലാണെങ്കിൽ ഊഞ്ഞാലാടാൻ ആളില്ല. കുട്ടികളൊക്കെ മറ്റ് സ്ഥലങ്ങളിലാണല്ലോ. വീട്ടിൽ ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും പ്രായമായവർ മാത്രമാണ് ഉള്ളത്. എനിക്ക് പ്രായമായി എന്ന് ഞാൻ പറയില്ല. എന്നാലും 56 കഴിഞ്ഞതുകൊണ്ട് അത്തരത്തിൽ സംസാരിച്ചു എന്ന് മാത്രം. ഓരോ മുറികളും വെറുതെ ഒന്ന് കയറി നോക്കിയപ്പോൾ ശൂന്യമായി കിടക്കുകയാണ്. ഇന്നിത് ഒരു വാർത്താ സ്റ്റുഡിയോയാക്കി മാറ്റിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വർത്തമാനങ്ങൾ പറയുവാനും കളിച്ചിരി തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ മുതിർന്ന് അവരൊക്കെ ഓരോ കുടുംബങ്ങളായി പോയതുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെ കിടക്കുകയാണ്. വല്ലപ്പോഴും വരുന്ന കുട്ടികളും കൊച്ചു കുട്ടികളുമൊക്കെയാണ് നമുക്ക് ഏറെ സന്തോഷിക്കുവാനുള്ളത്. ഇതൊക്കെ ഇങ്ങനെ തൂത്തു തുടയ്ക്കുക എന്നുള്ളത് ഇന്ന് വല്ലാത്തൊരു പണിയായി മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലുത് സമ്പാദിക്കാനാണ് ഒരു ഘട്ടത്തിൽ നമ്മൾ ഓർക്കുക. അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യും. എന്നാൽ പിന്നീട് അതുമൂലമുണ്ടാകുന്ന അനുഭവങ്ങൾ ഇന്ന് അനുഭവ സാക്ഷ്യമായി ഞാൻ നിങ്ങളോട് സംവദിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് തൂത്തു തുടയ്ക്കാൻ നമുക്ക് മുകളിലേക്ക് കയറാൻ പോലും നമ്മൾ മാനസികമായി മടി കാണിക്കുകയാണ്.
ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അലട്ടി തുടങ്ങിയിട്ടില്ല എങ്കിലും നമ്മൾ മാനസികമായി എന്തിനായിരുന്നു ഇതെല്ലാം എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കാൻ ഒരു 2 മുറിയുള്ളൊരു കൊച്ചു വീടും അതിനെന്താ അനുബന്ധ സൗകര്യങ്ങളും മതിയായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോകും. കാരണം ആളുമനക്കവും ഉണ്ടെങ്കിലേ ഇതിനൊക്കെ അർത്ഥമുള്ളൂ എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. എങ്കിലും നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണല്ലോ. ഓരോ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ വലുതാക്കിക്കൊണ്ടേയിരിക്കും. കാരണവന്മാരുടെ ഓർമ്മയ്ക്ക് ഞാൻ എൻ്റെ പാപ്പയുടെ മേഞ്ഞിലും നുകവുമൊക്കെ ചുമരിൽ അങ്ങനെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ ബാല്യകാലങ്ങൾ നമ്മളിലേക്ക് ഓടിയെത്തുമെന്ന് ഞാൻ ഇതിക്ക് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അകത്തളങ്ങളൊക്കെ അങ്ങനെ ശൂന്യമായി കിടക്കുകയാണ്. വല്ലപ്പോഴുമൊക്കെ ഒന്ന് തൂത്തു തുടയ്ക്കാൻ തന്നെ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ ഒക്കാത്തത് കൊണ്ട് നമ്മളും ഭാര്യയും തന്നെയാണ് ഇതൊക്കെ ചെയ്തു പോകുന്നത്. തന്നെയുമല്ല, വിശാലമായ ഏരിയകൾ വരുമ്പോൾ തന്നെ നമ്മൾക്ക് മടുപ്പാണ്. ഇന്ന് ഇതൊക്കെ നമ്മൾക്ക് ഒഴിവാക്കിയാലോ എന്നൊക്കെ മക്കളിടയ്ക്ക് പറയുമെങ്കിലും പൊതുവിൽ പറയുക എന്നല്ലാതെ അവർക്കതൊന്നും അതിനോട് താല്പര്യമില്ല. ഇത്രയൊക്കെ ഉണ്ടാക്കിയതല്ലേ, ഇതൊക്കെ നിലനിൽക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം അവരും പങ്കുവയ്ക്കുമ്പോൾ നമ്മളും അതിനോട് സഹകരിച്ചു പോകുന്നു എന്ന് മാത്രം. മഴ വീണ്ടും തകർക്കുകയാണ്. ജനൽ ചില്ലുകളിലൂടെ നെറ്റിട്ട കാഴ്ചകൾ നമ്മൾ നെറ്റിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നന്നായി മഴ പെയ്യുന്നുണ്ട്. മഴ അങ്ങനെ തകർക്കട്ടെ. കർക്കിടക മാസത്തിൽ പൊതുവെ മഴ കുറവായിരുന്നു. വീണ്ടും ഞാൻ എൻ്റെ ഓരോ കാഴ്ചകൾ വെറുതെ ഇങ്ങനെ ഒന്ന് ഓർത്തെടുക്കുകയാണ്. ഓരോ മുറികളിലൂടെ സഞ്ചരിക്കുമ്പോഴും എൻ്റെ ഇഷ്ടപ്പെട്ട ഒരിടം എന്നുള്ള നിലയിൽ ഞാൻ വായനശാലയിലേക്ക് ഒന്ന് കയറിയപ്പോൾ അവിടെയും കൊച്ചുകുട്ടിയുടെ ചെറുമകൻ കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങളുമൊക്കെ യഥാസ്ഥാനങ്ങളിൽ തന്നെ കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് പറക്കിയെടുക്കണമെന്നുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങനെ കിടക്കുമ്പോൾ കുട്ടികൾ ഇവിടെ ഉള്ളതുപോലെ ഒരു ഫീല് ഉള്ളത് കൊണ്ട് അതൊന്നും യഥാസ്ഥാനങ്ങളിൽ പറക്കിയടുക്കി വയ്ക്കാൻ ശ്രമിക്കാറില്ല. തട്ടിയും മുട്ടിയും കാലിൽ തട്ടിയുമൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് അലോസരം അനുഭവപ്പെടുമെങ്കിലും കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീതി ഇതുമൂലം നമുക്ക് സംജാതമാകും. മകളുടെ റെക്കോർഡുകളും കാര്യങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം, കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടവും അതുപോലെ ഗാന്ധിജിയെക്കുറിച്ചുമൊക്കെ ഓർത്തു പോവുകയാണ്. കൊച്ചുമകൻ്റെ കളിപ്പാട്ടങ്ങൾ അവൻ എല്ലായിടങ്ങളിലും വാരി ജനൽപ്പാളികളിലുമൊക്കെ ജനൽ തട്ടിലുമൊക്കെ നിരത്തി വച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് വെറുതെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു പോയി. സമയം പോകുന്നത് അറിയുന്നതേയില്ല. മഴ അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആടും കോഴിയും താറാവുകളും ഒക്കെ വളർത്തിയിരുന്ന പ്രദേശങ്ങളൊക്കെ വിജനമായി തന്നെ കിടക്കുന്നു. അടുക്കളയിൽ വല്ലപ്പോഴുമൊക്കെ ഇന്ന് ഓരോ വീടുകളിലും 2-3 അടുക്കളകളാണല്ലോ. ഓരോ അടുക്കളയിൽ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത്രയായി. അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരു കൊച്ചടുക്കള വേറെ ഉള്ളതുകൊണ്ട് എല്ലാം അവിടെ കൂട്ടി ഒതുക്കുകയാണ്. ഞാനിങ്ങനെ ഓരോന്നും ആലോചിച്ച് പുറത്തേക്ക് വാതിൽ മെല്ലെ തുറന്നിട്ട് നോക്കിയിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടുന്നുണ്ട്. നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പുതിയ ചിന്തകളിലേക്കും പുതിയ പ്രതീക്ഷകളിലേക്കും ഇറങ്ങാൻ തന്നെ തീരുമാനിച്ച് വാതിൽ തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് ഞാനങ്ങനെ നോക്കി നിൽക്കുകയാണ്. മഴ മാറിയിട്ട് വേണം പുതുതായി ഒന്ന് ഇറങ്ങിപ്പോയി പുതിയൊരു വഴികളിലേക്ക് നീങ്ങണമെന്നുള്ള ചിന്ത എന്നെ ബലപ്പെടുത്തി. ഞാൻ ദൃഢനിശ്ചയത്തോടെ അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറയുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ ചെയ്യാം. സന്തോഷം.